All right, breaking news just coming in. Tensions prevail in Tamil Nadu's Nagapattinam district after clashes broke out between two groups last evening. Take a look at those visuals. വീണ്ടും ഒരു സംഘർഷത്തിന്റെ വാർത്തയാണ് മണിപ്പൂരിൽ നിന്ന് വരുന്നത്. ഇന്ന് പുലർച്ചെ ആണ് ആക്രമണം ഉണ്ടായത്. അതുപോലെ ആക്രമണം നടന്നത് ബിഷ്ണുപൂരിലാണ്. ബിഷ്ണുപൂരിലെ കുംപി എന്ന ഗ്രാമത്തിലാണ് ഈ ആക്രമണം നടന്നത്. That anyone can actually walk into these factories which are burning down and loot whatever the remains are. 2 home guards were killed and 7 policemen sustained injuries as a violent mob attempt to halt a religious procession in Haryana's Nuh on Monday. The mob resorted to stone throwing. വംശീയ കലാപങ്ങളുടെ ചരിത്രത്തെക്കാളേറെ സാംസ്കാരിക വൈവിധ്യത്തിൻ്റെ ചരിത്രമാണ് ഇന്ത്യക്ക് പറയാനുള്ളത്. മതസൗഹാർദ്ദമെന്ന് എടുത്തു പറയേണ്ടി വരുന്ന ഈ ഒരു നൂറ്റാണ്ടിന് മുൻപ് തന്നെ വ്യത്യസ്ത സംസ്കാരങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിലനിൽക്കുന്ന വലിയൊരു മനുഷ്യവംശമുണ്ട് ഇവിടെ, നമ്മുടെ കേരളത്തിൽ, കണ്ണൂരിൽ. കണ്ണൂരിൻ്റെ പൗരാണികമായ തുറമുഖ പട്ടണമാണ് ഇന്ന് നമ്മൾ കാണുന്ന കണ്ണൂർ സിറ്റി. ഒരു കാലത്ത് സമുദ്ര വ്യാപാരങ്ങൾ കൊണ്ട് നിറയെ സമ്പൽ സമൃദ്ധിയും ആഗോള ബന്ധങ്ങളും സജീവതയും ഉണ്ടായിരുന്ന തുറമുഖമായിരുന്നു കണ്ണൂർ സിറ്റി. അതുമായി ബന്ധപ്പെട്ട് നിരവധി സമൂഹങ്ങൾ ഈ തീരത്ത് അധിവസിച്ചിരുന്നു. അറക്കൽ രാജവംശത്തിൻ്റെ അധീശത്വ കാലത്ത് സാമൂഹിക സഹവർത്തിത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും വലിയ മാതൃകകൾ നമുക്ക് ഈ നാട്ടിൽ കാണാൻ സാധിക്കും. ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് വ്യാപാരവും വാണിജ്യവും തേടി ഇങ്ങോട്ടേക്ക് വന്ന വണിക്കുകൾ ഇന്ത്യയുടെ തന്നെ വിവിധ ദിക്കുകളിൽ നിന്ന് വ്യത്യസ്ത സംസ്കാരങ്ങളും പേറി കണ്ണൂർ സിറ്റിയിലേക്ക് പലായനം ചെയ്ത് ഇവിടെ അധിവാസം ഉറപ്പിച്ച നിരവധി കമ്മ്യൂണിറ്റികൾ ഒക്കെയും ഇന്നും ഈ വലിയ പൈതൃകത്തിൻ്റെ, വലിയ സംസ്കാരത്തിൻ്റെ മഹിത മാതൃകയായി നിലകൊള്ളുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. കൊങ്കൺ ദേശത്ത് നിന്ന് വന്ന ബ്രാഹ്മണർ, തമിഴ്നാട്ടിലെ മെഹബറിൽ നിന്ന് വന്നിട്ടുള്ള, ഇന്ന് നമ്മൾ കായൽപട്ടണം, തേങ്ങാപ്പട്ടണം എന്നൊക്കെ പറയുന്ന മെഹബറിൽ നിന്ന് കണ്ണൂരിലേക്ക് വന്നിട്ടുള്ള സമൂഹം, അതുപോലെ തന്നെ ലബ്ബ സമൂഹം, അതുപോലെ തന്നെ സേട്ടുമാർ, അതുപോലെ തന്നെ ഗുജറാത്തിൽ നിന്നും, അതുപോലെ തന്നെ സിന്ധ് പ്രവിശ്യയിൽ നിന്നൊക്കെ കണ്ണൂരിലേക്ക് കുടിയേറിയ ജനത. ഏറ്റവും അധികം നമുക്ക് കണ്ണൂർ സിറ്റിയിൽ കാണാൻ കഴിയുക ലക്ഷദ്വീപിൻ്റെ വിവിധ ദ്വീപ് സമൂഹങ്ങളിൽ നിന്ന് കുടിയേറിയിട്ടുള്ള ജനതയാണ്. ഒരുപക്ഷെ സാംസ്കാരികമായ ഒരു സാമ്യതയും അതിന് കൂടുതൽ അത് ശക്തിപ്പെടാൻ കാരണമായി എന്ന് നമുക്ക് കാണാൻ കഴിയും. ലക്ഷദ്വീപ് ആന്ത്രോത്ത് ദ്വീപിലാണ് എൻ്റെ വീട്. അവിടെ നിന്നാണ് സ്കൂളും +2 വരെ പഠിച്ചത്. അതിനുശേഷം സെൻട്രൽ ഹെൽത്ത് സർവീസിൽ വർക്ക് ചെയ്യുകയാണ്. ആദ്യം ഗുജറാത്തിലായിരുന്നു സെൻട്രൽ ഹെൽത്ത് സർവീസിൽ, പിന്നെ മലപ്പുറത്ത് 10 കൊല്ലം, അതിനുശേഷം കുണ്ടോട്ടിയിൽ 2005 ട്രാൻസ്ഫറായിട്ട് വർക്ക് ചെയ്യാണ്. സെൻട്രൽ ലേബർ മിനിസ്ട്രിയിലൊരു ഹോസ്പിറ്റലിൽ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു 20 കൊല്ലമായ ശേഷം 2005 തൊട്ട് ഇവിടെ കണ്ണൂർ തന്നെ ജോലി എടുക്കുന്നു. ഇപ്പോൾ ലക്ഷദ്വീപിലും കണ്ണൂർ ഏകദേശം കൾച്ചറൊക്കെ ഏകദേശം ഒരേ കൾച്ചറാണ്. ഇവിടുത്തെ ഒരു മരുമക്കത്തായം പോലെയാണ്. പിന്നെ കമ്മ്യൂണിറ്റി വൈസും എല്ലാം അങ്ങനെ തന്നെയാണ്. ഒരു ലിവിങ് കൾച്ചറും ലിവിങ് സിസ്റ്റമൊക്കെ ഇങ്ങനെ കണ്ണൂരിലെ പോലെ തന്നെ ലക്ഷദ്വീപിലും പ്രാക്ടീസ് ചെയ്യുന്നത്. മറ്റ് കേരളത്തിലെ മറ്റ് ജില്ലകളെക്കാളും വ്യത്യസ്തമായിട്ടാണല്ലോ കണ്ണൂരുള്ളത്. അതുപോലെ തന്നെ ലക്ഷദ്വീപിലും
ഈ കണ്ണൂരിലെ ഒരു സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. കാരണം അറക്കൽ രാജ കുടുംബത്തിൻ്റെ തായായിരുന്നു ലക്ഷദ്വീപും പണ്ട്. അതുകൊണ്ടായിരിക്കും ഈ കണ്ണൂരിലെ ഭക്ഷണ രീതിയും ഡ്രസ്സിങ് പാറ്റേണും അതുപോലെ തന്നെ ഈ കല്യാണത്തിൻ്റെ സൽക്കാരങ്ങളും ഈ പ്രാർത്ഥനയും. പിന്നെ ലക്ഷദ്വീപ് 100% മുസ്ലിം ഏരിയയാണ്. ഇവിടെ അതുപോലെ സിറ്റി ഭാഗത്ത് കൂടുതൽ ഒരു മുസ്ലിം ഡോമിനേറ്റഡ് ഏരിയ ആണല്ലോ. വിശ്വാസങ്ങളും പ്രാർത്ഥനകളൊക്കെ കണ്ണൂർ ഈ ഒരു സിമിലറാണ്. ഏകദേശം ഒരു നൂറ്റാണ്ടിന് മുമ്പ് തന്നെ സമുദ്ര വ്യാപാരം അതിൻ്റെ ശോഷണീയമായ അവസ്ഥയിൽ, അതിൻ്റെ പരിതാപകരമായ അവസ്ഥയിലെത്തുകയും 1950 തുറമുഖം എന്നുള്ളത് നാമം മാത്രമായി മാറുകയും ചെയ്തെങ്കിലും ഈ ഒരു മൈഗ്രേഷൻ്റെ, ഈ ഒരു പലായനങ്ങളുടെ ഈ സംസ്കാര സമ്മിശ്രങ്ങൾ നമുക്ക് കണ്ണൂർ സിറ്റിയുടെ വിവിധ കോണുകളിൽ കാണുവാൻ സാധിക്കും. പിന്നെ അന്ന് കാലങ്ങളിൽ എന്ന് പറയുമ്പോൾ ഹാർബറിൽ ഈ ഒറീസക്കാർ, ആസാം, UP-ക്കാരൊന്നും ഇവിടെ ഈ മേഖലയിലില്ല, എവിടെയുമില്ല. അന്ന് ഇവിടെ കൊല്ലം, കരുനാഗപ്പള്ളി, അതേപോലെ പിന്നെ തിരുവനന്തപുരം ചേട്ടന്മാരെന്നെല്ലാം പറയുന്നുണ്ട്. അവരെല്ലാം വലിയ ചൂണ്ട മത്സ്യം വെച്ച് ഇവിടെ വരാം മൊത്തം. അന്ന് വലിയ വലിയ ബോട്ടും കാര്യമെല്ലാം ഇവിടെ വരാം. കൊല്ലത്തെല്ലാം മുഴുവൻ ബോട്ടും ഇവിടെയാണ്. കൊല്ലം, കരുനാഗപ്പള്ളി, ബേപ്പൂർ. അന്ന് അഴീക്കൽ എന്ന് പറഞ്ഞാൽ അഴീക്കൽ അറിയോ? ആ തുറമുഖം ഇല്ല, അത് ക്ലോസായി കിടക്കുകയാണ്. ബോട്ടും വരത്തില്ല, ഒന്നും വരത്തില്ല. അന്ന് ഫുള്ള് ഇവിടെയാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു ടൈം എന്ന് പറഞ്ഞാൽ ടൗണാണ്. 24 മണിക്കൂർ ജനങ്ങളാണ്. എടാ നമ്മൾ ഈ ആയിക്കര ഈ ഹാർബർ ഗേറ്റ് കണ്ടില്ലേ, ഇവിടെ തൊട്ട് അങ്ങോട്ട് ഫുള്ള് അത്രയും ജനങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പിന്നെ നമ്മളന്ന് ജോലി എടുക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ ആകെ 2 ബ്ലോക്ക് ഐസ് എടുക്കാൻ ഒരു ബോട്ട് പണിക്ക് പോകുമ്പോൾ ആകെ വന്നാൽ ഒരു 50 ലിറ്റർ ഡീസൽ അടിക്കാൻ. ഇന്ന് 200 ബ്ലോക്ക് ഐസാണ് എടുക്കുന്നത്. അപ്പോൾ ഇന്ന് ഈ മേഖല അടിക്കുമെന്ന് പറഞ്ഞാൽ സ്തംഭിച്ചിരിക്കുകയാണ്. കടലോര പ്രദേശത്ത് പറഞ്ഞപ്പോൾ ഒന്നാമത് ഇവിടെ നാട്ടുകാരും പണിക്ക് പോകുന്നില്ല. ഇവിടുത്തെ നാട്ടുകാരും മത്സ്യത്തൊഴിലാളി മക്കളെല്ലാം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഗൾഫിലാണ്. ഈ മേഖലയിലേക്ക് ആരും ഇറങ്ങുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇതേപോലത്തെ ഒറീസിയും ആസാമുകാരെല്ലാം പല രാജ്യത്തുനിന്നും ഇവിടെ വന്നിട്ട് തൊഴിൽ ചെയ്യുന്നു. അവരില്ലെങ്കിൽ ഈ ഫീൽഡില്ല. പുറം നാട്ടുകാരില്ലെങ്കിൽ ഈ ഫീൽഡില്ല. ഇതെല്ലാം കെട്ടിക്കിടക്കേണ്ടി വരും. ഈ ബോട്ടും ഫൈബറും സാധനങ്ങളെല്ലാം കെട്ടിക്കിടക്കേണ്ടി വരും. ഒരു മുതലാളി ഇപ്പോൾ 4 ഫൈബർ മേടിക്കുന്നത് അന്യ നാട്ടുകാർക്ക് കണ്ടിട്ടാണ്. ഇത് അവർ ഇതിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് അവർക്കൊന്നും നോക്കണ്ടില്ല. അവർ മുകളിൽ നമ്മ ഇവരെങ്ങനെയെങ്കിലും പണിയെടുത്തിട്ട് കൊണ്ടുവരും. അവരില്ലെങ്കിൽ എല്ലാം പോയി. മനസ്സിലായി? ഇപ്പോൾ നാട്ടുകാരാണ് കെട്ടി കൂടുതൽ അന്യ നാട്ടുകാരാണ് ഈ ഫുൾ ഹാർബറിലുള്ളത്. അന്ന് നാട്ടുകാരാണ് ഈ മേഖലയിൽ മുഴുവൻ എടുത്ത നാട്ടുകാരാണ് ജോലിയെടുക്കൽ. അന്യ നാട്ടുകാർ ആരുമില്ല. മനസ്സിലായി? നമുക്ക് തയ്യൽ, കണ്ണൂർ സിറ്റി തയ്യൽ കാണാൻ പറ്റുന്ന സരസ്വതി ഗൗഡ ബ്രാഹ്മൺ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ, അവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു പോർച്ചുഗീസ് അധിനിവേശ സമയത്ത്, പോർച്ചുഗീസ് അധിനിവേശം കൊങ്കൺ മേഖലയിൽ, ഗോവ ആ മേഖലയിൽ നടക്കുന്ന സമയത്ത് അവിടെ നിന്നും ഫോഴ്സ്ഫുള്ളിയുള്ള കൺവേർഷനുകളിൽ നിന്ന് ക്രിസ്ത്യൻ മതത്തിലേക്കുള്ള അവരെ കൺവേർട്ട് ചെയ്യാനുള്ള ശ്രമങ്ങളിൽ നിന്ന് അഭയാർത്ഥികളായിക്കൊണ്ട്, അതിൽ നിന്ന് മോചനം തേടിക്കൊണ്ട്, അതിൽ നിന്ന് രക്ഷ തേടിക്കൊണ്ട് കണ്ണൂരിലേക്ക് യാത്ര ചെയ്ത ആളുകളാണ്. അതൊരു വലിയ സൗഹാർദ്ദത്തിൻ്റെ ചരിത്രം കൂടിയാണ്. കാരണം അന്ന് അവർ വന്നപ്പോൾ ഇവിടെയുള്ള അറക്കൽ രാജവംശം അവരെ സ്വീകരിക്കുകയും അവർക്ക് ഭൂമി നൽകുകയും അവർക്ക് സംരക്ഷണം നൽകുകയും ചെയ്തു. ഇന്ന് നമുക്കറിയാം കണ്ണൂർ സിറ്റി തയ്യൽ പ്രദേശത്ത് പോയി കഴിഞ്ഞാൽ അവരുടെ അമ്പലവും ചുറ്റുമുള്ള അവരുടെ സെറ്റിൽമെൻറ്റുകളും നമുക്ക് കാണുവാൻ കഴിയും. ഇതൊരു വലിയ സൗഹാർദ്ദത്തിൻ്റെ ഒരു വലിയ ഉദാഹരണം കൂടിയായിട്ട് നമുക്ക് നോക്കിക്കാണാൻ കഴിയും. വിഭിന്ന സംസ്കാരങ്ങളുടെ സൗന്ദര്യമാണ് കേരളത്തെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. 18-ാം നൂറ്റാണ്ടിൽ കണ്ണൂർ സിറ്റിയിലേക്ക് ചേക്കേറിയ വിഭാഗമാണ് ഗൗഡ സരസ്വതി ബ്രാഹ്മണർ. ഭാഷയിലും സംസ്കാരത്തിലും ആചാരങ്ങളിലും അവർ വ്യത്യസ്തരാണ്. ആ സംസ്കാരത്തിനെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് സിറ്റിക്കുള്ളിൽ ഇന്നും നിലകൊള്ളുന്നത്. 1860കളിൽ അവർ നിർമ്മിച്ച ശ്രീ വെങ്കിട്ടരമണ ക്ഷേത്രം ഗൗഡ സരസ്വതി ബ്രാഹ്മണരുടെ ആരാധനാ സംസ്കാരത്തിൻ്റെ അടയാളമാണ്. ഗൗഡ സരസ്വതി ബ്രാഹ്മണർക്ക് ശേഷം കണ്ണൂർ സിറ്റിയിലേക്ക് കടന്നു വന്നത് ഗോവയിൽ നിന്നുള്ള ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവരാണ്. തയ്യിൽ, പടന്ന, മരക്കാർകണ്ടി എന്നിവിടങ്ങളിൽ അവർ ആവാസസ്ഥാനം കണ്ടെത്തി. 18-ാം നൂറ്റാണ്ടിൽ തന്നെ അവർ അവരുടെ ആരാധനാലയമായ സെൻറ്റ് ആൻ്റണീസ് ചർച്ചിന് രൂപം നൽകി. അപ്പോൾ ഇപ്പോൾ ഒരു 50 കൊല്ലം ഏകദേശം ഈ പള്ളി പൊളിച്ചിട്ട് പുതിയ പള്ളിയാക്കിയിട്ട്, അന്നേരത്തെ തയ്യൽ ജുമാ മസ്ജിദ് എന്നുള്ള പേരാണ് ഇതിലിട്ടത്. ആദ്യത്തെ പേര് മാറ്റിയിട്ട് തയ്യൽ ജുമാ മസ്ജിദ്, ആ പേരിലാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്.
അത് ഈ പള്ളിയോടനുബന്ധിച്ച് ഇവിടെ ചെറിയൊരു ഓത്ത് പള്ളി ഉണ്ടായി. ഒരു 10-40-30 കുട്ടികളാണ് പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ കൽഫ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, ഒരാൾ മാത്രം. അപ്പോൾ മൂപ്പർ തന്നെയാണ് പള്ളിയിൽ ഇമാമ് നിൽക്കലും ഈ ഓത്ത് പള്ളിയിൽ പഠിപ്പിക്കലും. അങ്ങനെ ക്രമേണ ഈ ഓത്ത് പള്ളിയിൽ കുട്ടികളില്ലാണ്ടായി. പുതിയ കമ്മിറ്റി വന്ന് ഗൾഫേലം മാറി പള്ളി കമ്മിറ്റിക്ക് കീഴിലായി. ഈ ജുമാ മസ്ജിദ് കമ്മിറ്റിക്ക് കീഴിലായി. ആദ്യം ഗൾഫ തന്നെ ഒറ്റയ്ക്ക് ഭരണമാണ് എല്ലാം. ശമ്പളമൊന്നുമില്ല. ആൾക്കാർ എന്തെങ്കിലും കൊടുക്കുന്ന ദക്ഷിണ കൊണ്ടാണ് ജീവിക്കൽ. ഇപ്പോൾ പുതിയ മദ്രസ എടുത്ത് അവിടെ 5-6 അധ്യാപകന്മാരുണ്ട്. ഇവിടെ പള്ളിക്ക് ബിൽഡിങ് വന്ന് അതിൻ്റെ എല്ലാം വരുമാനം പള്ളിക്ക് വന്ന് 5-6 സ്റ്റാഫുണ്ട് പള്ളിക്ക്. വഖഫ് ബോർഡ് രജിസ്റ്റർ ചെയ്ത് വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്ത് രജിസ്റ്റർ ചെയ്തിട്ട് ഏകദേശം ഒരു 10-40 കൊല്ലം കഴിഞ്ഞ് ഇപ്പോൾ ആ ലെവലിൽ അങ്ങനെ പള്ളി പോകുന്നു. വ്യത്യസ്ത ജനവിഭാഗങ്ങളുടെ കണ്ണൂർ സിറ്റിയിലേക്കുള്ള അല്ലെങ്കിൽ കണ്ണൂരിലേക്കുള്ള മൈഗ്രേഷൻ്റെ പ്രധാനപ്പെട്ട കാരണം പ്രോസ്പെരിറ്റി, അവരുടെ വ്യാപാരത്തിലും അവരുടെ സാമൂഹികമായ ഉന്നമനത്തിനും വേണ്ടിയുള്ള യാത്രകളാണെങ്കിൽ അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം 1920-കളിൽ കണ്ണൂർ സിറ്റിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത ഒരു വിഭാഗമാണ് പാലക്കാട് നിന്നുള്ള സമൂഹം. നമ്മളിന്ന് കണ്ണൂർ സിറ്റിയിൽ പാലക്കാട്ടട എന്ന് പറയുന്ന ആ ഭാഗത്ത് അധിവസിക്കുന്ന, അല്ലെങ്കിൽ മുമ്പ് അരി ബസാർ എന്നും അത്തർ ബസാർ എന്നും ടൊബാക്കോ ബസാറെന്നും ഒക്കെ വിളിപ്പേരുള്ള ആ പ്രദേശങ്ങളിൽ അധിവസിക്കുന്ന സമൂഹം. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ആ കാലയളവിൽ ഓരോ ഭാഗത്ത് പട്ടിണി കൊണ്ടും അതേപോലെ പരുവം കൊണ്ടും ജനങ്ങൾ ഓരോ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് ആൾക്കാർ സിറ്റി എന്നുള്ള നിലക്ക് ഇവിടെ ടൗണിലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പിന്നെ അത് ചേക്കേറി പിന്നെ സിറ്റി ഭാഗത്ത്, അന്ന് ടൗൺ സിറ്റിയിലായിരുന്നു. അപ്പോൾ വാറ്റുപേപ്പ് എന്നുള്ള നിലക്കാണ് അവിടെ എത്തിപ്പെട്ടത്. പിന്നെ അത് കുറേ അംഗങ്ങൾ വീണ്ടും അധികരിച്ച് അങ്ങനെ പിന്നെ അവിടെ തന്നെ കുടുംബാംഗങ്ങളായി 10-80ഓളം കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ നിന്ന് അത്യാവശ്യം കുടുംബങ്ങളേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം കുറച്ച് അവരെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഓരോ ഭാഗങ്ങളിലേക്കുള്ള മാറി വീടെടുത്ത് പിന്നെ വേറെ മക്കൾ കുടുംബങ്ങളൊക്കെ ആയി. പാലക്കാട് കൈത്തറി എന്ന് പറഞ്ഞാൽ അത് പൂവളപ്പ് കേന്ദ്രീകരിച്ചിട്ടാണ് ഉണ്ടായിരുന്നു, കൈത്തറി മേഖലയായിരുന്നു. പക്ഷെ അത് വിട്ടിട്ടാണെന്നല്ല ഇവിടെ വരുന്നത്. അവിടെ ആ സാഹചര്യം മോശം. അത് അന്ന് അവിടെ കൈത്തറിൻ്റെ കാര്യങ്ങളൊക്കെ ഈ ഇതുണ്ടല്ലോ, തറൻ്റെ മറ്റേ സെറ്റിൽ ഉണ്ടായിരുന്നു, കുണ്ടൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം വിട്ടിട്ടായിരുന്നു ഇവിടെ വന്നത്. അന്ന് കുറച്ച് ആൾക്കാർ പൂവളപ്പ് എന്ന കേന്ദ്രീകരിച്ചിട്ട് അവിടെ തറയും കാര്യങ്ങളും ഉണ്ടായിരുന്നു, നെയ്ത്തിൻ്റെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്നപ്പോൾ കുറച്ച് ആൾക്കാർ ഗൂഡ് ഷെറ്റ്, സിമെൻറ്റ് ഗൂഡ് ഷെറ്റിൽ മറ്റേ സിറ്റ്കോൻ്റെ കമ്പനി ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതിലെല്ലാം പണിയെടുത്ത് പിന്നെ അത്യാവശ്യം ആൾ കടലിൽ പോയി. അത്യാവശ്യം ഇപ്പം പിന്നെ കുറച്ച് ചെറുപ്പക്കാർ ആ മേഖലയായിട്ട് കേന്ദ്രീകരിച്ച് കല്ലുമക്കായം മുങ്ങൽ അത്യാവശ്യം കേന്ദ്രീകരിച്ചിട്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് ഉള്ളത്. ഇപ്പം കുറച്ച് സെറ്റിൽമെൻ്റ് ആയി വരുന്നേ ഉള്ളൂ. ആദ്യമെല്ലാം ചെറിയ കുടിസ് മുറികളിൽ താമസിച്ചായിരുന്നു, വലിയ കുടുംബങ്ങളായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാവരും ചെറിയ വീട് കുടുംബം കൂട്ടൊക്കെ ആയിട്ട് മാറി. അന്ന് ആർ ശങ്കറിൻ്റെ കാലത്ത് നമ്മുടെ നാട്ടിൽ നെയ്ത്തിൻ്റെ പണിയാണ് മെയിൻ, കൈത്തറി. ആ കൈത്തറി നൂലിലും കിട്ടാണ്ടായാലും അന്ന് ദാരിദ്ര്യമായി നാട്ടിൽ. അങ്ങനെ ഓരോരാൾ മദ്രാസ്, കോയമ്പത്തൂർ, കണ്ണൂർ, കോഴിക്കോട് ഇങ്ങനെ എല്ലാം നാട്ടിൽ നിന്ന് ഇങ്ങനെ വന്നു എല്ലാവരും. അങ്ങനെ ഓരോ ആൾക്കാർ ഓരോ സ്ഥലത്ത് സെറ്റായി. ഇവിടെ വന്നത് മുഴുവൻ പാലക്കാട്ടുകാരാണ്. അപ്പോൾ പാലക്കാടുള്ളത് ഇവിടെ ഈ പ്രദേശത്തുള്ളത് കൂടുതലുള്ള പാലക്കാട്ടാണ്. 10-30 ഉണ്ടാവും, അതേ ഉള്ളൂ. 90% പാലക്കാട്ടാണ്. ഞാൻ ഇവിടെ കണ്ണൂരിൽ വന്നിട്ട് 77 കൊല്ലമായി. മനസ്സിലായോ? അപ്പോൾ 76 വർഷം മുന്നേ അവിടെ ആൾക്കാർ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ കണ്ണൂർ കൈത്തറി കുറച്ചുകൂടി വ്യവസായം ഉണ്ടായിരുന്നോണ്ടല്ലേ അപ്പം ഇവിടെ തൊഴിൽ ഇല്ല. ഇവിടെ കൈത്തറിന്റെ ഉദ്ദേശിച്ച് വന്നല്ല, ഇവിടെ മറ്റുള്ള മേഖലയിലെ പണിയെടുക്കാൻ വന്നതാണ്. അന്ന് പോയിട്ട് ബിൽഡിംഗ് പണിക്ക് പോയി, ഗൂഡ് സെറ്റിൽ പണിക്ക് പോയി, സിമെന്റ് എടുക്കാൻ, ഇങ്ങനെ പല പണിക്കും പോയി. അല്ലാണ്ട് നെയ്ത്ത് ഉദ്ദേശിച്ചിട്ട് വന്നതാണ്. തൊഴിൽ ഉപേക്ഷിച്ച് വേറെ തൊഴിൽ സ്വീകരിച്ചു. നെയ്ത്ത് കണ്ണൂരിലുണ്ടായിരുന്നു, കണ്ണൂർ കേന്ദ്രമാണ് നെയ്ത്തിന്റെ. പക്ഷെ അതിലേക്ക് ആരും പോയിട്ടില്ല. അതിൽ ചില്ലറ ആൾക്കാർ പോയി. ഇവിടെ ഒരു സൊസൈറ്റി ഉണ്ടായിരുന്നു, അതിൽ ചില്ലറ ആൾക്കാർ 2-3 ആൾക്കാർ നെയ്യാൻ പോയിരുന്നു.
ബാക്കിയെല്ലാം പല പണിക്കും പോയത്. ഇപ്പൊ നിലവിൽ അവരൊക്കെ ആ തൊഴിൽ തന്നെ ചെയ്തിട്ട് പോവാണോ? ഇവിടെ വന്ന സമയത്ത് അവർക്ക് താമസത്തിനുള്ള സ്ഥലമൊക്കെ എങ്ങനെ? താമസത്തിനുള്ള ഇങ്ങനെ റൂമുകളൊക്കെ വാങ്ങിയിട്ട് താമസിച്ചത്. ഇപ്പോൾ ഒരു ചെറിയ ചെറിയ റൂമുകൾ അടുപ്പിച്ചടുപ്പിച്ചാണെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ എങ്ങനെ വന്നത്? ഗോഡൗൺ ആയിരുന്നു പണ്ടത്തെ അങ്ങനെ? അല്ല, ഇതെല്ലാം ചെറിയ റൂമുകളായിരുന്നു. ഈ റൂമുകൾ വാങ്ങിയിട്ട് ഓരോരാളാണ് സെറ്റപ്പ് ആയിട്ട് ചുരുട്ടും നടക്കും. വലിയ സൗകര്യമൊന്നുമില്ല. വേറെ വലിയ സൗകര്യത്തിൽ വാങ്ങാൻ കാശും ഇല്ല. നമ്മൾ ഈ ലൈനിൽ ആദ്യം വാങ്ങുമ്പോൾ ഒരു ചെറിയ റൂമായിരുന്നു. അന്ന് 6 റുപ്യ കൂലിയാണ്. അറക്കൽ വകകളാണ് പറഞ്ഞ മനസ്സിലായി. അപ്പോൾ പിന്നെ നമ്മൾ വാങ്ങി ഇങ്ങനെ ഓരോരാൾ വാങ്ങിയിട്ട് ഈ 2 ലൈനും ഫുള്ളായിട്ട് ആൾക്കാർ വന്ന് ഫില്ലായി. പറഞ്ഞ പിന്നെ വലിയ വീട് വാങ്ങി താമസിക്കേണ്ട കഴിവൊന്നും ആർക്കും ഇല്ല. പറഞ്ഞ മനസ്സിലായി. അന്ന് 6 അണയാന്ന് കൂലിപ്പണിക്ക് പോയാൽ കൂലി. ഈ 6 അണ കൂലിയിൽ 500-600 വാടക കൊടുക്കാൻ കഴിയുമോ? അന്ന് 500-600 കിട്ടും. പക്ഷെ കൊടുക്കാൻ കഴിയണ്ടേ? കഴിയില്ല. അതുപോലെ തന്നെ കണ്ണൂർ ഗവൺമെൻറ് ആശുപത്രി പരിസരത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ധോബി കമ്മ്യൂണിറ്റി, അതായത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ തന്നെ മറ്റൊരു ഡെവലപ്മെൻറ്റിൻ്റെ കാലത്ത് അവരുണ്ടാക്കിയ ഒരു പുതിയൊരു സ്ട്രാറ്റജിയുടെ ഭാഗമായി മിലിറ്ററിയുമായി ബന്ധപ്പെട്ട ക്യാമ്പിലെ യൂണിഫോമുകളും അതുപോലെ തന്നെ അവർ തന്നെ സ്ഥാപിച്ചിട്ടുള്ള ഹോസ്പിറ്റലിലെ ബെഡ്ഷീറ്റുകളും അതുപോലെ തന്നെ വസ്ത്രങ്ങളും ഒക്കെ അലക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവരൊരു ധോബി കമ്മ്യൂണിറ്റി ഇങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയും അവരവിടെ അധിവസിക്കുകയും ചെയ്യുന്നത് നമുക്കിന്ന് കാണാൻ കഴിയും. അങ്ങനെ വ്യത്യസ്ത തലത്തിലുള്ള ആളുകളെ നമുക്ക് ഈ കണ്ണൂരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, കണ്ണൂർ നഗരത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നമുക്ക് നോക്കിക്കാണാൻ കഴിയും. എൻ്റെ പേര് ശ്രീജിത്ത് എന്നാണ്. സ്ഥലം കണ്ണൂർ, തൊഴിൽ അലക്കാണ്. അപ്പം ഇതിൻ്റെ ഒരു ചരിത്രം എന്ന് പറഞ്ഞാൽ, അലക്കുന്നതിൻ്റെ ഒരു ചരിത്രം നമ്മളിവിടെ വന്നതും ഇതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാർ അവരുടെ തുണികൾ അലക്കാൻ വേണ്ടി തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടുവന്ന ഒരു 5-6 കുടുംബങ്ങളാണ് ഇപ്പോൾ കണ്ണൂർ ഇവിടെ താമസിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഇവിടെ ഞങ്ങൾ അലക്ക് തൊഴിൽ ചെയ്ത് കണ്ണൂർ ഇതിന് ശേഷം ഒരു 3 തലമുറ ഇവിടെ തന്നെയായി. പിന്നെ ഇവിടുത്തെ കേരള സമൂഹവുമായി ഞങ്ങൾ യോജിച്ച് അങ്ങനെ ഇവിടെ ജീവിച്ചു പോകും. ഇതാണ് ഇതിൻ്റെ ഞങ്ങൾ അറിഞ്ഞ ഒരു 3 തലമുറ മുമ്പുള്ള ചരിത്രം. അലക്ക് ജോലി ചെയ്യുന്നവരെ തമിഴ്നാട്ടിൽ നിന്നും ബ്രിട്ടീഷുകാർ കൊണ്ടുവരുന്നത് കുറച്ച് കൂടുതൽ പേരെയാണെന്നാണ് എൻ്റെ അറിവ്. അങ്ങനെ കൊണ്ടുവരുന്ന സ്ഥലത്ത് എറണാകുളം, കോഴിക്കോട്, മാഹി, ശരിയായ അന്ന് റെയിൽവേ സ്റ്റോപ്പുള്ള കുറേ സ്ഥലങ്ങളിൽ അവർ വേണ്ട ആൾക്കാരെ ഇറക്കി എന്നുള്ളതും കൂടി എൻ്റെ അറിവിലുണ്ട്. ഇപ്പോൾ ആ സമൂഹം അവിടെയുണ്ട്. എറണാകുളത്തിൽ ഇന്നും വലിയ രീതിയിൽ അത് ഇന്നും തുടർന്നു കൊണ്ടുപോകുന്ന ജോലി ചെയ്യുന്ന വലിയ ഡോബി ഗാന തന്നെ അവിടെയുണ്ട്. കോഴിക്കോട് ഇന്നുണ്ട്. മുതലക്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് വലിയ ഇപ്പോൾ ഒരു ചെറിയ 1-1.5 കൊല്ലമായിട്ടുള്ളൂ മുതലക്കുളം. കണ്ണൂർ അവരെ കോഴിക്കോട് ടൗണിലുള്ള വലിയ സ്ഥലം. അതിപ്പോൾ അവർക്ക് ഇത് കൊടുത്തിട്ട് ജോലി അവിടെ ചില്ലറവായി ചെയ്യുന്നുണ്ട്. പിന്നെ മാഹി ഇതുപോലെ കണ്ണൂർ പോലെ തന്നെ ദുർബലപ്പെട്ടു പോയി. അവരെല്ലാം വേറെ ജോലിക്ക് പോയിട്ടുണ്ട്. ഇതിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തൊഴിലിന് വേതനക്കുറവും പിന്നെ ഇത് എടുക്കാനുള്ള സാഹചര്യം ഞങ്ങൾക്കില്ല. അതാണ് ഒന്നാമത്തെ പ്രശ്നം. പിന്നെ എന്ന് പറഞ്ഞാൽ ഹൈടെക്കായി എല്ലാവരും ഇപ്പോൾ ഹോസ്പിറ്റൽ വർക്കാണെങ്കിലും ഹോട്ടൽ വർക്ക്, ഈ ടൂറിസ്റ്റ് ഹോമിൻ്റെ വർക്കാണെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റുന്ന സാഹചര്യമില്ല. കാരണം എല്ലാവരും അവരവരുടേതായ പിന്നെ തുച്ഛമായ വേതനം കൊണ്ട് നമുക്കിത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അപ്പം അവരവരുടേതായത് എന്താക്കി ഹൈടെക് ആക്കിയിട്ട് ഇപ്പോൾ ഹോസ്പിറ്റലാണെങ്കിലും അതിൻ്റെ ഡോബിഗാന അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. മെഷീനറി വെച്ച് അവരതിൻ്റേതായി പോകുന്നു. ഹോട്ടലാണെങ്കിലും ഇപ്പോൾ അങ്ങനെ തന്നെ വലിയ വലിയ കമ്പനികളാണ് ഇപ്പോൾ ഇവിടെ രൂപാന്തരപ്പെട്ടിരിക്കുന്നത്. സാധാരണക്കാർ ഇപ്പോൾ നമുക്കത് എടുക്കാൻ പറ്റാത്തതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ മഴക്കാലം വന്നാൽ ഞങ്ങൾക്കിത് ഉണക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രശ്നം കുറച്ച് ഉണ്ടാവും. മഴ പെയ്യുമ്പോൾ അത് വെയിലില്ലാത്ത ഇതുകൊണ്ട് അപ്പോൾ അവരെന്താക്കും, അവരെ സമീപിക്കും. അവരാകുമ്പോൾ ഡ്രയറിലിട്ടിട്ട് ഉണക്കും. അപ്പോൾ അവർക്ക് അതല്ലേ ഇത്. പിന്നെ ഈ തൊഴിൽ ഇല്ലായ്മ വരുമ്പോൾ ഞങ്ങളുടെ ടീമുകൾ കുറേ ആൾക്കാർ വേറെ പല തൊഴിലിലേക്കും, കുറേ ആൾ മത്സ്യബന്ധനമായിട്ടും പെയിൻറ്റിൻ്റെ തൊഴിലായിട്ടും അങ്ങനെ ജീവിച്ചു പോകും. ഇതാണ് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യം. ലക്ഷദ്വീപിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ലക്ഷദ്വീപിലെ തങ്ങന്മാരെ കുടുംബങ്ങളാണ് അധികം ഇവിടെ ഉണ്ടായിരുന്നത്. അതെല്ലാം അവിടെ ആ ലെവലിൽ തന്നെ ഉണ്ട്. ഇപ്പോഴും വലിയ വലിയ തറവാടുകളും കുടുംബങ്ങളെല്ലാം ഇപ്പോഴും ഉണ്ട്. ഇവിടെ പണ്ട് ലക്ഷദ്വീപിൽ നിന്ന് ഇങ്ങനെ ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ ഇവിടെ വച്ച് ഈ പോർട്ട് ഐക്കര പോർട്ടിലായിരുന്നു പണ്ട് മെക്കനൈസ്ഡ് വെസൽസ്. ഷിപ്പിൽ മുമ്പായിട്ട് ഈ വള്ളം എന്ന് പറയുന്നത് വലിയ ഓടം, ഈ കാറ്റിൻ്റെ ദിശയിൽ പോകുന്ന ഓടങ്ങളായിരുന്നു. അന്ന് ലക്ഷദ്വീപുകാരൊക്കെ ഇവിടെയാണ് എല്ലാ സാധനത്തിനും ഫിഷും കോക്കനട്ട് ഒഴിച്ച് ബാക്കിയൊക്കെ സാധനങ്ങളും കണ്ണൂരിൽ നിന്ന് പോകുമായിരുന്നു. അരി, പഞ്ചസാര, പിന്നെ മരങ്ങൾ, വീട്ടിൻ്റെ മെറ്റീരിയൽസ് എല്ലാം. അപ്പോൾ അത് ഐക്കര ഹാർബർ വെച്ചിട്ടായിരുന്നു പോയിക്കണം. അവിടെ നിന്ന് കൊപ്രയും
മീൻ ഇവിടുന്ന് കൊണ്ടുവന്നിട്ട് വിറ്റിട്ട് അതിന് പകരമായിട്ട് ഇവരവർക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകും. അങ്ങനെ കണ്ണൂർ കുറച്ച് ആൾക്കാർ സിറ്റിയിൽ കല്യാണം കഴിച്ച് കൂടിയിട്ടുണ്ട്. ഒരു 60-70 വയസ്സുള്ള ആൾക്കാരൊക്കെ കുറേ മിനിക്കോയിക്കാർ അമ്മീനിക്കാരൊക്കെ ഇവിടെ കണ്ണൂരിൽ കല്യാണം കഴിച്ച് കണ്ണൂരിൽ മക്കളൊക്കെ കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ ഒരു 10-100 ഫാമിലികളുണ്ട് എനിക്ക് പരിചയമുള്ളത്. അപ്പോൾ അവരും മിക്കവാറും മക്കൾ കണ്ണൂർക്കാരാണ്, പാരൻസ് ബാപ്പ മാത്രം ലക്ഷദ്വീപുകാരാണ്. അപ്പോൾ അവരിടയ്ക്ക് ദ്വീപിൽ പോവും, പിന്നെ ഇവിടെ വരും. അങ്ങനെ അവിടെ ഇവിടെ ആയിട്ടാണ് ജീവിക്കുന്നത്. കൾച്ചറലായിട്ട് കണ്ണൂരായിട്ട് സിമിലർ ആയതുകൊണ്ട് അവർക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നുന്നില്ല. മറ്റ് കേരളത്തിലാണെങ്കിൽ ലക്ഷദ്വീപുകാർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കണ്ണൂരിലും ലക്ഷദ്വീപിലും ഒരേ സംസ്കാരം ഒരേ സിസ്റ്റമൊക്കെ ആയതുകൊണ്ട് ഇവർ കണ്ണൂർ വളരെ അഡ്ജസ്റ്റ് ആയിട്ടാണ് കാണുന്നത്. ഫെസ്റ്റിവൽസ് എന്നൊക്കെ പറഞ്ഞാൽ അറിയാമല്ലോ ലക്ഷദ്വീപിൽ. അതെ, അത്രയേ ഉള്ളൂ, വേറെ ഒന്നും സെപ്പറേറ്റ് ആയിട്ട് ഇല്ല. ഇത് 2 പെരുന്നാളിൽ നബിദിനം, ഈ 3 കൾച്ചറൽസാണുള്ളത്. നബിദിനമൊക്കെ കണ്ണൂർ സിറ്റി നല്ലതായിട്ട് ആഘോഷിക്കും. അതുപോലെ തന്നെ ലക്ഷദ്വീപിൽ നബിദിനം പെരുന്നാളിനേക്കാൾ ഉഷാറായിട്ട് ആഘോഷിക്കാറുണ്ട്. പിന്നെ അവർ ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ ലക്ഷദ്വീപിൽ വളരെ ഉഷാറാണ്. നമുക്ക് സ്കൂൾ പഠിക്കുമ്പോൾ പെരുന്നാളിനേക്കാളും ഈ സ്കൂളിലൊക്കെ മിലിറ്ററിയുടെയും നേവിയുടെയും എല്ലാം ഇൻഡിപെൻഡൻസ് ഡേയും മറ്റേ റിപ്പബ്ലിക് ഡേയും വളരെ ഒരു ഭയങ്കര നമ്മളെല്ലാവരും പുതിയ ഡ്രസ്സൊക്കെ പെരുന്നാൾ പോലെ തന്നെയാണ്. കേരളത്തിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. ഇല്ല, ഈ മൈഗ്രൻ്റ് ഗവൺമെൻറ് അല്ലേ ഇങ്ങോട്ട് വന്നത് 90 ബാക്കിയാണ്. ഞാൻ വിളിച്ചു ബാക്കി എല്ലാവരും ഇങ്ങനെ ബിസിനസ്സിനായിട്ട് വന്നിട്ട് ഇവിടെ കല്യാണം കഴിഞ്ഞ് കൂടിയതാണ്. അങ്ങനത്തെ കുറേ ആൾക്കാർ കണ്ണൂരിൽ നിന്ന് പെണ്ണ് കെട്ടിയിട്ട് കണ്ണൂർ കൂടിയതാണ്. എന്നിട്ട് അവർ ബിസിനസ് തന്നെയാണ്. ഈ എന്തെങ്കിലും ലക്ഷദ്വീപിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, കടലായിട്ട് ബന്ധപ്പെട്ട്. പിന്നെ ഫിഷിങ്ങും മാസൊക്കെ കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്. ദ്വീപിലെ ഉൽപ്പന്നങ്ങൾ മാസ്, അലുവ, വണ്ടി എന്നൊക്കെ പറയുന്ന ദ്വീപ് ശർക്കര അതൊക്കെ കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്. എഴുതപ്പെടാത്ത ചരിത്രത്തിൽ ഇനിയും ഇതുപോലെ ഒരുപാട് വംശങ്ങൾ കേരളത്തിലും ഇന്ത്യയുടെ നാനാഭാഗങ്ങളിലും അവശേഷിക്കുന്നുണ്ട്. ഭിന്നിപ്പിക്കുന്നതിനേക്കാൾ എത്രയോ എളുപ്പമാണ് വൈവിധ്യത്തെ ചേർത്ത് നിർത്തുന്നതെന്ന് കണ്ണൂർ സിറ്റിയിലെ ഈ ജനവിഭാഗങ്ങൾ രേഖപ്പെടുത്തുന്നു.